ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിറ്റർ ജൂനിയേഴ്സിൻ്റെ, അതായത് സെക്കൻഡ് സെമസ്റ്റർ ഫിറ്റേഴ്സിൻ്റെ ലൂബ്രിക്കൻസ് ആൻഡ് കൂളൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈവൻ ഒരു ഫിറ്റർ അല്ലെങ്കിൽ പോലും ഒരു ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്ന ഒരാളല്ലെങ്കിൽ പോലും തന്നെ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഒരു തവണയെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളൊരു ടേംസ് ആയിരിക്കും. ലൂബ്രിക്കൻസ് കൂളൻസ് എന്ന് പറയുന്ന ടേം നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിലോട്ടുള്ളൊരു ഫിറ്റർ സൈഡിൽ നിന്ന് നോക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സൈഡിൽ നിന്ന് നോക്കാൻ നേരത്ത് നമ്മുടെ പ്ലാന്റിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടന്റിലോട്ട് പോകാം. ഏതൊക്കെയാണ് കണ്ടന്റ് എന്ന് നോക്കാം. നമ്മുടെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ആ ലൂബ്രിക്കേഷനിൽ പർപ്പസ് ഓഫ് ലൂബ്രിക്കേഷൻ, ലൂബ്രിക്കൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻസ്, ലൂബ്രിക്കേഷൻ മെത്തേഡ്. ലൂബ്രിക്കേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ലൂബ്രിക്കേഷൻ, പർപ്പസ് ഓഫ് ലൂബ്രിക്കേഷൻ, ലൂബ്രിക്കൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻസ്, ലൂബ്രിക്കേഷൻ മെത്തേഡ്സ്. ആ ഒരു സെഷൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിലോട്ട് പോകുന്നത് കൂളൻസ്, അതായത് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. കട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, ടൈപ്സ്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു മെയിൻ്റനൻസും മെയിൻ്റനൻസിൻ്റെ ടൈപ്പും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രസൻറ്റേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് വൺ ലൂബ്രിക്കേഷൻ. ലൂബ്രിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ഒരു ഓവറോൾ ഒരു ഐഡിയ പറഞ്ഞു തരാം. എല്ലാവരും ഓട്ടോമൊബൈൽ, ബൈക്കോ കാറോ ഈവൻ സൈക്കിളോ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങൾ ബൈക്കും സൈക്കിളും ഒക്കെ യൂസ് ചെയ്യാൻ നേരത്ത് അതിലെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ചെയിൻ ടൈപ്പാണ്. ബൈക്കിൽ നമ്മൾ സൈക്കിളിൽ യൂസ് ചെയ്തിരിക്കുന്നത്, പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ചെയിനാണ്. അല്ലെങ്കിൽ ചെയിനിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയിൻ ലൂബ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചെയിനിൽ ഓയിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഈവൻ ഓട്ടോമൊബൈലിലെ ഗിയർ ബോക്സുകളിലും മറ്റുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്ലേ. ഇത്ര കിലോമീറ്റർ ഓടാൻ നേരത്ത് അല്ലെങ്കിൽ ഇത്ര മാസം കൂടാൻ നേരത്ത് നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. എന്തിനാണ് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗിയർ ബോക്സിലെ കാര്യം പറയുവാണെങ്കിൽ ഒന്നിലധികം ഗിയറുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. ഗിയറുകൾ പരസ്പരം മെഷ് ചെയ്ത് റൊട്ടേഷൻ നടത്തിയിട്ടാണ് പവർ ട്രാൻസ്മിഷൻ അവിടെ നടക്കുന്നത്. ഇങ്ങനെ ഗിയർ നിർമ്മിച്ചിരിക്കുന്നത് മെറ്റൽ കൊണ്ടാണ്. മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരാൻ നേരത്ത് എങ്ങനെ കളിച്ചാലും അവിടെ തേയ്മാനം ഉണ്ടാകും. തേയ്മാനം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോപ്പർട്ടിയാണ്. കാലം കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ RPM കൂടുന്നതനുസരിച്ച് തേയ്മാനം സംഭവിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എഫിഷ്യൻസി നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം തേയ്മാനം കുറയ്ക്കാൻ വേണ്ടി, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. ആ മെത്തേഡിനെ നമ്മൾ ലൂബ്രിക്കേഷൻ എന്നും പറയുന്നു. ഓക്കെ, സിംപ്ലി പറയുവാണെങ്കിൽ ലൂബ്രിക്കേഷൻ ഈസ് നെസസറി whenever two surfaces rub against one another to cut down the friction, the heat generated. ഫ്രിക്ഷൻ കുറയ്ക്കാനും രണ്ട് മെറ്റൽസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സർഫസുകൾ തമ്മിൽ റബ്ബ് ചെയ്യാൻ നേരത്ത് എങ്ങനെ കളിച്ചാലും അവിടെ ഹീറ്റ് ഉണ്ടാകും. ഈ ഹീറ്റ് കുറയ്ക്കണം, ഇത് തമ്മിൽ റബ്ബ് ചെയ്യാൻ നേരത്തുള്ള കോണ്ടാക്ട് വരാൻ നേരത്തുള്ള ഫ്രിക്ഷൻ കുറയ്ക്കണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടേമിലോട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദ എമൗണ്ട് ആൻഡ് ടൈപ്പ് യൂസ്ഡ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ലോഡ് ക്യാരിഡ് ആൻഡ് ദ സ്പീഡ് ഓഫ് ദ സർഫസ്. നമ്മുടെ കമ്പോണന്റ് അല്ലെങ്കിൽ മെഷീൻ റൺ ചെയ്യുന്ന സ്പീഡിനെ അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യുന്ന ലോഡിനെ ബേസ് ചെയ്തായിരിക്കും ഈ ലൂബ്രിക്കേഷന്റെ രീതികളും മറ്റുമൊക്കെ മാറി വരുന്നത്. ഓക്കെ, അടുത്തത് പർപ്പസ് ഓഫ് ലൂബ്രിക്കേഷൻ. എന്തൊക്കെയാണ് ലൂബ്രിക്കേഷന്റെ പർപ്പസുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിങ് പാർട്സ്. രണ്ട് സർഫസുകൾ റബ്ബ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ടു ക്യാരി അവേ ദ ഹീറ്റ് ജനറേറ്റഡ് ബൈ ഫ്രിക്ഷൻ. രണ്ട് സർഫസുകൾ തമ്മിൽ റബ്ബ് ചെയ്യാൻ നേരത്ത് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ ഫ്രിക്ഷൻ കുറയ്ക്കുകയും വേണം. അങ്ങനെ റബ്ബ് ചെയ്യാൻ നേരത്ത് ഹീറ്റ് ഉണ്ടാകുന്ന ഹീറ്റിനെ നമ്മൾ മാക്സിമം എലിമിനേറ്റ് ചെയ്ത് കളയുകയും വേണം. ഫസ്റ്റ് രണ്ട് പോയിന്റുകൾ പറഞ്ഞിരിക്കുന്നു, ഫ്രിക്ഷൻ കുറയ്ക്കണം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നു, ഫ്രിക്ഷൻ ടൈമിൽ ഉണ്ടാകുന്ന ഹീറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നു, ടു കൂൾ ഡൗൺ ദ മൂവിങ് പാർട്സ്. ആ സിസ്റ്റത്തിലെ എലമെന്റ്സിനെ, ആ മൂവ് ചെയ്യുന്ന എലമെന്റ്സിനെ കൂൾ ചെയ്യണം. അടുത്തത് പറഞ്ഞിരിക്കുന്നു, ടു പ്രിവെന്റ് വിയർ, തേയ്മാനം കുറയ്ക്കണം. ടു പ്രിവെന്റ് ബെയറിംഗ് സർഫസസ് ഫ്രം റസ്റ്റ് ആൻഡ് കൊറോഷൻ. നിങ്ങൾക്കറിയാം, റസ്റ്റിംഗ്, തുരുമ്പടിക്കുക, മെറ്റൽസിൽ സാധാരണ ഫെറസ് കാറ്റഗറിയിലുള്ള മെറ്റൽസിൽ സ്ഥിരം കണ്ടുവരുന്ന ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. തുരുമ്പടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓയിലും കാര്യങ്ങളും ഒക്കെ ചെയിനിലും ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയിൻ പെട്ടെന്ന് തുരുമ്പടിക്കത്തില്ല. ആ തുരുമ്പടിക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൂബ്രിക്കേഷൻ ചെയ്യുന്നു. അടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടു റെഡ്യൂസ് ദ നോയിസ്. നമ്മൾ
ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല നമ്മുടെ ചെയിനിൽ പ്രോപ്പറായിട്ട് ഓയിൽ, ഞാൻ ഉദാഹരണം പറയുന്നതാണ്, ഓയിൽ പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മെറ്റൽ റൊട്ടേറ്റ് ചെയ്യാൻ, ഹൈ RPM അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് നോയ്സ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ സൈക്കിൾ യൂസ് ചെയ്യുന്നവരുണ്ട്, ബൈക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്, നിങ്ങൾ റിലേറ്റീവ്ലി ഒരു തവണയെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പ്രോപ്പറായിട്ട് നിങ്ങൾ ലൂബ്രിക്കേറ്റ് നടത്താത്ത സാഹചര്യങ്ങളിൽ നോയ്സ് ഉണ്ടാകും. ഈ ഒരു സ്മൂത്ത് ആയിട്ടായിരിക്കത്തില്ല മെഷീൻ റൺ ചെയ്യുന്നത്. മെഷീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ലൂബ്രിക്കേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ, പ്രോപ്പർ ലൂബ്രിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മെഷീൻ ഒരിക്കലും റൺ ചെയ്യുന്നത് സ്മൂത്ത് ആയിട്ടായിരിക്കത്തില്ല. എഫിഷ്യൻസി നമുക്ക് എപ്പോഴും കിട്ടുന്നത് കുറവായിരിക്കും. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എഫിഷ്യൻസിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്താൽ എഫിഷ്യൻസി കൂടുതലായിരിക്കാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നു ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് മെഷീൻ. ഞാനൊന്നും കൂടെ ഓവർവ്യൂ ആയിട്ട് പറയാം. പർപ്പസ് ഓഫ് ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കണം, ഉണ്ടാകുന്ന ഹീറ്റിനെ എടുത്ത് പുറത്ത് കളയണം, സൗണ്ട് കുറയ്ക്കണം, ബെയറിംഗ് സർഫസുകളും മറ്റും തുരുമ്പടിക്കുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യണം, തേയ്മാനം കുറയ്ക്കണം, എഫിഷ്യൻസി കൂട്ടണം. ഇത്രയും കാര്യങ്ങളാണ് പർപ്പസ് എന്ന് പറയുന്നത്. ലൂബ്രിക്കേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാന പർപ്പസുകൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യമാണ്.